So, module 2, screen എല്ലാവർക്കും ഓക്കെ അല്ലേ? സോ മൊഡ്യൂൾ 2 നമുക്ക് പഠിക്കാനുള്ളത് ഇന്റേണൽ പ്രോസസ് ഓഫ് എർത്ത് അല്ലേ? ഫസ്റ്റ് മൊഡ്യൂൾ 1 നമ്മൾ എക്സ്റ്റേണൽ എർത്ത് പ്രോസസ്സിനെ കുറിച്ചാണ് നോക്കിയത്. അതായത് ഭൂമിയുടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അല്ലെ? ഭൂമിയുടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇപ്പം വാട്ടർ ആയാലും, അതായത് റിവർ ആയാലും, സീ ആയാലും, എന്തായാലും അതിന്റെ ജിയോളജിക്കൽ വർക്ക് വരുന്നത് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, പിന്നെ ബാക്കി വെതറിംഗ് ആണെങ്കിലും റോക്ക് ഫോർമേഷൻ ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ, വെതറിങ്ങിന്റെ റീസൺസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കണ്ടത്. സോ നൗ വി ആർ മൂവിങ് ഓൺ ടു ദി സെക്കൻഡ് മൊഡ്യൂൾ. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് നോക്കാനുള്ളത് ഭൂമിയുടെ അകത്ത് നടക്കുന്ന എർത്ത് പ്രോസസ്സ് എന്തൊക്കെയാണ്. ഓക്കെ, സോ മെയിൻ ആയിട്ട് നമുക്കറിയാം എർത്ത് ക്വേക്ക്. എർത്ത് ക്വേക്ക് ഇന്റേണൽ വൈബ്രേഷൻസ് കാരണമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഏതൊരു സിറ്റുവേഷനിലാണ് എർത്ത് ക്വേക്ക് ഡെവലപ്പ് ചെയ്യുന്നത്, ആ ഇന്റേണൽ സിറ്റുവേഷൻ എന്തൊക്കെയാണ്, അത് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു അറൈസ്. ഓക്കെ, അപ്പം എർത്ത് ക്വേക്കിനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യമാണ് പ്ലേറ്റ് ടെക്ടോണിക്സ്. ഓക്കെ, പ്ലേറ്റ് ടെക്ടോണിക്സിനെ പറ്റി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എർത്ത് ക്വേക്ക് എന്താണ്, എങ്ങനെയാണ് എർത്ത് ക്വേക്ക് വരുന്നത് എന്നുള്ളൊരു ഐഡന്റിഫിക്കേഷൻ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ബാക്കി അതിന്റെ ഒറിജിൻ ഓഫ് എർത്ത് ക്വേക്സ്, എവിടെയാണ് അതിന്റെ പോയിന്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, എങ്ങനെ നമ്മൾ എർത്ത് ക്വേക്സ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, ഇന്ത്യയിലെ സീസ്മിക് സോൺസ് ഏതൊക്കെയാണ്, എർത്ത് ക്വേക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ മോഡ്യൂളിൽ കാണാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് ക്വേക്ക് ഉണ്ടാവാൻ രണ്ട് തരത്തിലുള്ള റീസൺസ് ഉണ്ട്. ഓക്കെ, സോ മെയിൻ ആയിട്ട് വരുന്നത്, മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ്. ഓക്കെ, അതല്ലാതെ വേറെ റീസൺ എന്ന് പറയുന്നത് അതർ എക്സ്റ്റേണൽ വൈബ്രേഷൻസ് ഒക്കെ വരുന്നതാണ്. അപ്പം അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കേണ്ടതുള്ളത്. ഓക്കെ, സോ എർത്ത് ക്വേക്കിനെ പറ്റി പഠിക്കുമ്പം ബിഫോർ ദാറ്റ് വി വിൽ ബി സ്റ്റഡിങ് അബൌട്ട് എർത്ത് ടെക്ടോണിക്സ്. അപ്പം നമുക്ക് മെയിൻ ആയിട്ട് അറിയാം നമ്മുടെ എർത്തിന് 3 ലെയേഴ്സ് ഉണ്ട് അല്ലെ? നമ്മൾ പണ്ട് തൊട്ടേ ഒരു +2 തൊട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പഠിക്കുകയാണ്. ഈ എർത്ത് ക്വേക്കിനെ പറ്റിയും പ്ലേറ്റ് ടെക്ടോണിക്സിനെ പറ്റിയൊക്കെ നിങ്ങൾ ഒരു 10th ചിലപ്പോൾ സോഷ്യൽ സയൻസിലൊക്കെ ചിലപ്പോൾ പഠിച്ചു കാണും. സോ അവിടെയൊക്കെ നിങ്ങൾ ഇത് ഈ വാക്കുകളും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ടാവും. നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്താന്നുള്ളത് ഇവിടെ കാണാം. സോ ഒരു സയന്റിസ്റ്റ് ആണ് JJ വിൽസൺ എന്ന് പറയുന്നത്. അപ്പം so in his concept, the earth instead of appearing as a inert statue is a living mobile thing. Okay, അതായത് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അതായത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇൻ ദ സെൻസ് നമ്മളിപ്പോ പറയും എർത്ത് ഇസ് റൊട്ടേറ്റിംഗ് അറൌണ്ട് ദ സൺ. അങ്ങനെ മാത്രമല്ല, എർത്ത് സർഫസിലെ ആ ഡിഫറെന്റ് ലെയേഴ്സ് ഉണ്ടല്ലോ, ആ ഡിഫറെന്റ് ലെയേഴ്സ് ഇങ്ങനെ അതിന് ആ ഒരു പൊസിഷനിൽ നിന്നും ഇങ്ങനെ മൂവ് ചെയ്ത്, അതായത് പല പല ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ പല പല പ്ലേറ്റ്സ് ആയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മൂവ്മെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനകത്തുള്ള ഡിഫറെന്റ് ലെയേഴ്സ് ഏതാണെന്നും അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഓക്കെ, സോ according to this concept, Earth's outer brittle layer extending down to a depth of 150 to 200 kilometers and called lithosphere is actually divided into several blocks or rigid plates. Okay, അതായത് നമ്മുടെ എർത്തിന്റെ ടോപ്പിലെ ആ ലെയർ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയർ. ഈ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ളത് എർത്തിന് 3 ലെയേഴ്സ് ഉണ്ട്. ക്രസ്റ്റ് ഉണ്ട്, മാന്റിൽ ഉണ്ട്, കോർ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ക്രസ്റ്റിന്റെ സർട്ടൻ പോർഷനും അതുപോലെ മാന്റിലിന്റെ സർട്ടനും പോർഷനും കൂടിയിട്ടാണ് നമ്മുടെ ലിത്തോസ്ഫിയർ ഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റോണി സോൺ, അതായത് കല്ലുകളും അങ്ങനെയുള്ള ആ ഒരു സോയിൽ എല്ലാം ഉള്ള ഒരു ഇതിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ആ ഒരു ലെയർ എന്ന് പറയുന്നത് ഡിഫറെന്റ് പ്ലേറ്റ്സ് ആയിട്ട്, നിങ്ങൾക്ക് റൈറ്റ് സൈഡിലെ ഫിഗറിൽ ലിത്തോസ്ഫിയർ കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു ലിത്തോസ്ഫിയർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്രസ്റ്റ് ഉണ്ട്, അതായത് 0 മുതൽ 100 കിലോമീറ്റർ വരെയാണ് ക്രസ്റ്റിന്റെ തിക്നെസ് വരുന്നത്. അപ്പൊ ആ ക്രസ്റ്റും അതുപോലെ തന്നെ അതിന്റെ താഴെ വരുന്ന മാൻഡിലിന്റെ സർട്ടൻ പോർഷനും കൂടിയിട്ടാണ് നമ്മുടെ ലിത്തോസ്ഫിയർ ഫോം ചെയ്യുന്നത്. ആ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു പ്ലേറ്റ് പോലെ ആയിരിക്കും. ഓക്കെ, ഒരു തിക്നെസ് ഉള്ള ഒരു ലെയർ പോലെ ആയിരിക്കും ലിത്തോസ്ഫിയർ എർത്ത് സർഫസിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ആ ഒരു ലെയറിന് ഗ്രാജുവൽ ഷിഫ്റ്റിംഗ്, അതിന് ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നുണ്ട്. അത് ഇങ്ങനെ ചേഞ്ചസ് വരുന്നുണ്ട്.
ഓക്കെ, വിത്ത് റെസ്പെക്ട് ആ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ ലെയർ ആയിട്ടല്ല നമ്മുടെ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. പല പല പ്ലേറ്റ്സ് ആയിട്ടാണ് ആ ലിത്തോസ്ഫിയർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ലിത്തോസ്ഫിയറിനെ പല പല പ്ലേറ്റ്സ് ആയിട്ട് നമുക്ക് കാണുന്നതും അതിന്റെ ഗ്രാജുവൽ മൂവ്മെന്റ് കാരണമാണ് നമ്മുടെ പല ഫോർമേഷൻസ് ഡെവലപ്പ് ചെയ്തതെന്നും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. വി വിൽ സീ വൺ ബൈ വൺ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് ലിത്തോസ്ഫിയർ. ഓക്കെ, ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ആ ടോപ്പിലെ സ്റ്റോണി സോൺ ആണ്. ആൻഡ് ദാറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു സെവറൽ ബ്ലോക്സ് ഓർ സ്ലാബ്സ് ഓർ റിജിഡ് പ്ലേറ്റ്സ്. These plates encompass oceans, continents, and still large enough to be made of both continental and oceanic parts. അതായത് ചില സമയത്ത് ഈ ഒരു പ്ലേറ്റിന്റെ ടോപ്പിൽ കംപ്ലീറ്റ്ലി ഓഷ്യൻ ആയിരിക്കും. ഓക്കെ, ചിലത് ഇപ്പൊ നമുക്കറിയാലോ, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് പല പല ഭാഗങ്ങളായിട്ടാണ് അല്ലെ. ലാൻഡ് പാഷൻ ഉണ്ട്, ഓഷ്യൻ ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് റീജിയൻസ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്ലേറ്റിന്റെ ടോപ്പിൽ ഒരു സിംഗിൾ പ്ലേറ്റ് ഉണ്ട്. അതിന്റെ ടോപ്പിൽ ചിലപ്പോൾ ഓഷ്യൻ മാത്രമായിരിക്കും, ചിലപ്പോൾ അതിന്റെ ടോപ്പിൽ ലാൻഡ് മാത്രമായിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഓഷ്യൻ ആൻഡ് ലാൻഡ്. അങ്ങനെ ഡിഫറെന്റ് പ്ലേറ്റ്സ് ഉണ്ട്. നമ്മുടെ ഭൂമിനെ പല പല പ്ലേറ്റ്സിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ പല പല പ്ലേറ്റ്സിലായിട്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഡിഫറെന്റ് പ്ലേറ്റ്സ് ഉണ്ട്. അത് എന്താണെന്ന് അതിന്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്, സയന്റിസ്റ്റ് അതിന് നെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താന്ന് നോക്കാം. The most important thing attributed to these plates is that they are supported from below on a hot plastic flexible part of upper mantle zone called asthenosphere. അതായത് ഈ ഒരു പ്ലെയിൻ, നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും, ലിത്തോസ്ഫിയറിന്റെ താഴെ ഒരു ആസ്തനോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ലെയർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആസ്തനോസ്ഫിയർ എന്ന് പറയുന്ന ലെയർ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ ലിത്തോസ്ഫിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലെയർ ആണ്. ഓക്കെ, ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോട്ട് പ്ലാസ്റ്റിക് ഫ്ലെക്സിബിൾ പാർട്ട്. ഈ ഹോട്ട് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മാൻഡിലിന്റെ ഏറ്റവും ഉള്ളിലാണ് ഏതുള്ളത്, നമ്മുടെ കോർ എന്ന് പറയുന്നത്. മാൻഡിലിന്റെയും താഴെയാണ് കോർ ഉള്ളത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹീറ്റ് ആയിരിക്കും. ഓക്കെ, ആ ഹീറ്റ് കാരണം മാൻഡിലെ ആ ഒരു മെറ്റീരിയൽസ് ഒക്കെ എന്തായിരിക്കും, ഒരു മോൾട്ടൺ ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ മോൾട്ടൺ ഫോമിലുള്ള സാധനം പെട്ടെന്ന് അതൊരു പ്ലാസ്റ്റിക് നേച്ചർ ആയിരിക്കും, അതിന് ഡിഫോർമേഷൻസ് പെട്ടെന്ന് സംഭവിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ദീസ് ലിത്തോസ്ഫിയർ ഇസ് റെസ്റ്റിംഗ് ഓൺ. ഓക്കെ, ഈ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ഈ പ്ലേറ്റ്സ്, ലിത്തോസ്ഫിയറിനെ ആണ് നമ്മൾ ഡിഫറെന്റ് പ്ലേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഇസ് റെസ്റ്റിംഗ് അപ്പോൺ hot plastic flexible part of upper mantle zone called asthenosphere. Okay, അതായത് അപ്പർ മാൻഡിലിന്റെ അപ്പർ പോർഷൻ ആയ ആസ്തനോസ്ഫിയറിന്റെ മുകളിലാണ് നമ്മുടെ ലിത്തോസ്ഫിയർ റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഏറ്റവും ടോപ്പിലാണ് ലിത്തോസ്ഫിയർ ഉള്ളത്. ലിത്തോസ്ഫിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന ലെയർ ആണ് ആസ്തനോസ്ഫിയർ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് ഡിഫറെന്റ് ലെയേഴ്സ് ഉള്ള ഒരു കേക്ക് ആയിട്ട് അസ്യൂം ചെയ്യാം. പല പല ഫ്ലേവേഴ്സ് ആയിട്ടുള്ള ഒരു കേക്ക് ആണ്. അതിൽ ആ ടോപ്പ് ലെയർ ആണ് ലിത്തോസ്ഫിയർ വരുന്നത്. ലിത്തോസ്ഫിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലെയർ ആണ് ആസ്തനോസ്ഫിയർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു ആസ്തനോസ്ഫിയറിന്റെ മേലെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പ്ലേറ്റ്സ് തമ്മിലാണ് ഈ ഒരു ഡ്രിഫ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ആ പ്ലേറ്റ്സ്, ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് ഓർ ടെക്ടോണിക് പ്ലേറ്റ്സ് ആർ നോട്ട് സ്റ്റേഷനറി. അവർ സ്റ്റേഷനറി അല്ല, ദി ഫ്ലോട്ട് ഇൻ കോംപ്ലക്സ് പാറ്റേൺ. ഓക്കെ, അത് ഡിഫറെന്റ് പാറ്റേൺസിൽ അവർ ഫ്ലോട്ട് ചെയ്യും. അവർ തമ്മിൽ ഡിഫറെന്റ് ഇന്ററാക്ഷൻസ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, സോ ഐ തിങ്ക് ഐഡിയ ക്ലിയർ ആയി തോന്നുന്നു എന്താണ് ലിത്തോസ്ഫിയർ എന്നുള്ളത്. ലിത്തോസ്ഫിയറിന്റെ ആ പ്ലേറ്റ്, അതായത് ലിത്തോസ്ഫിയറിൽ പ്ലേറ്റ് ആയിട്ടാണ്, ഒരു തിക്ക് ലെയർ ആയിട്ടാണ് കിടക്കുന്നത്. ആ പ്ലേറ്റ്സ് തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ടാവും. ഈ പ്ലേറ്റ്സ് റെസ്റ്റ് ചെയ്യുന്നത് ആസ്തനോസ്ഫിയറിന്റെ മുകളിലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ്. അതായത് ഹോൾ നമ്മുടെ ഭൂമിനെ ഇത്രയും പ്ലേറ്റ്സ് ആയിട്ടാണ്, 12 പ്ലേറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാലോ, ആ ഒരു ഫിഗറിന്റെ ഏറ്റവും ടോപ്പിലത്തെ ഇതുണ്ടല്ലോ, അതിൽ നമുക്ക് ആ ഒരു ശരിക്കും ഒരു കേക്ക് പീസ് വെച്ച പോലെ ഉണ്ടല്ലേ. ആ കേക്ക് പീസിന്റെ ആ ടോപ്പത്തെ ആ ഒരു ലെയറിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അതാണ് ആക്ച്വലി നമ്മുടെ പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ആ പ്ലേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന താഴത്തെ ലെയർ ആണ് എന്ത്, ആസ്തനോസ്ഫിയർ. ഈ ആസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് മാന്റിലിന്റെ ഒരു ടോപ്പ് പോർഷനെ ആണ് വി ആർ കോളിംഗ് ദാറ്റ് ആസ് ആസ്തനോസ്ഫിയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഫറെന്റ് 12 പ്ലേറ്റ്സ് ഉണ്ട്. പസഫിക് പ്ലേറ്റ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, ആഫ്രിക്കൻ പ്ലേറ്റ്,
Antarctic Plate, Indian Australian Plate, European Plate, Arabian Plate, Nazia Plate, Caribbean Plate, Scotia Plate and Philippine Plate. ഇങ്ങനെ 12 പ്ലേറ്റ്സ് ആയിട്ടാണ് നമ്മുടെ ഹോൾ വേൾഡിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് എന്താണ് ലിത്തോസ്ഫിയർ എന്നും എന്താണ് ആസ്തനോസ്ഫിയർ എന്നും, ലിത്തോസ്ഫിയർ ഇസ് സപ്പോർട്ടഡ് ഓവർ ആസ്തനോസ്ഫിയർ. ഓക്കെ, ആസ്തനോസ്ഫിയറിന്റെ മുകളിലാണ് ലിത്തോസ്ഫിയർ സപ്പോർട്ട് ചെയ്തത്. ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് സ്റ്റേഷനറി അല്ല, ഇറ്റ് ഈസ് മൂവിങ്. ഓക്കെ, നമ്മൾ ആ മൂവ്മെന്റ് അറിയാത്തത് ഇറ്റ് ഈസ് അറ്റ് എ വെരി സ്ലോ റേറ്റ് വിത്ത് എ വെലോസിറ്റി ഓഫ് സം 2 to 10 സെന്റിമീറ്റർ പെർ ഇയർ. അത്രയും സ്മോളർ വെലോസിറ്റിയിലാണ് ലിത്തോസ്ഫിയർ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മൂവ്മെന്റ് അറിയാത്തത്. ഓക്കെ, ടൈപ്സ് ഓഫ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ്. അപ്പൊ ഈ ലിത്തോസ്ഫെറിക് പ്ലേറ്റിന്റെ മൂവ്മെന്റ്സ്, ഓക്കെ, ലിത്തോസ്ഫെറിക് പ്ലേറ്റിന്റെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് 3 രീതിയിലുണ്ട്. ഡൈവേർജിങ് ബൗണ്ടറീസ്, കൺവേർജിങ് ബൗണ്ടറീസ് ആൻഡ് ട്രാൻസ്ഫോം ബൗണ്ടറീസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് ആ ഫിഗേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആൻഡ് അറ്റ് ദ എൻഡ് ഐ ഹാവ് എ വീഡിയോ. ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാം. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ സംഭവം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ഇതുവരെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഞാൻ പ്രൊസീഡ് ചെയ്യട്ടെ? ജസ്റ്റ് ഒന്ന് ചാറ്റിൽ കമന്റ് ചെയ്യോ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത്? ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡൈവേർജന്റ് ബൗണ്ടറീസ്. ഓക്കെ, ഡൈവേർജന്റ് ബൗണ്ടറീസ് നോക്കാം. അപ്പൊ 3 രീതിയിലാണ് നമ്മൾ പറഞ്ഞത്: ഡൈവേർജിങ് ബൗണ്ടറീസ്, കൺവേർജിങ് ബൗണ്ടറീസ് ആൻഡ് ട്രാൻസ്ഫോമിംഗ് ബൗണ്ടറീസ്. ഈ ഡൈവേർജിങ് ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്സ് ദേ ആർ മൂവിങ് ഡൈവേർജിങ് ആണ് അല്ലെ. നമ്മള് കൺവേർജിങ് റേസ്, ഡൈവേർജിങ് റേസ് എന്നൊക്കെ നമ്മുടെ ലെൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡൈവേർജിങ് റേസ് എന്ന് വെച്ചാൽ they are moving apart. Converging rays, they will come closer to a point. And final one is transforming boundaries. Okay, so divergent boundaries നിങ്ങൾക്ക് ആ ഫിഗർ തന്നെ കാണാൻ പറ്റുന്നില്ലേ? ആ ഫിഗറിനകത്ത് പറയുന്നുണ്ട്, these are places or narrow zones where 2 adjoining plates are in process of pulling away from each other. ഈ ഒരു പ്ലേറ്റ്സ് മൂവിങ് എപ്പാർട്ട് ആണ് അല്ലെ, അവരിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പം ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദിസ് ഡൈവേർജന്റ് മൂവ്മെന്റ് റിസൾട്ടഡ് ഫ്രം ദി എമർജൻസ് ഓഫ് ഹ്യൂജ് വോളിയംസ് ഓഫ് മോൾട്ടൺ മെറ്റീരിയൽ. ഓക്കെ, ഡൈവേർജന്റ് ബൗണ്ടറീസ് അതായത് ആ ഒരു ഡൈവേർജന്റ് ബൗണ്ടറീസ് തമ്മിലുള്ള ഒരു ഗ്യാപ്പിൽ നിന്നും ഹ്യൂജ് വോളിയംസ് ഓഫ് മോൾട്ടൺ മെറ്റീരിയൽ, ഓക്കെ, ഹ്യൂജ് വോളിയംസ് ഓഫ് മോൾട്ടൺ മെറ്റീരിയൽ റൈസ് ചെയ്ത് ടോപ്പിലേക്ക് വരും. അത് അങ്ങനെയാണ് നമ്മുടെ ഡൈവേർജന്റ് ബൗണ്ടറീസിന് ആ ഒരു സെപ്പറേഷൻ സംഭവിക്കുന്നതെന്നാണ് നമ്മുടെ ഒരു, അതായത് സയന്റിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് അത് ആക്ച്വലി. ഓക്കെ, or the Atlantic ridge, which forms a major part of suboceanic ridge encircling the globe from Arctic Ocean to South Africa. This type of process is sometimes also referred as sea floor spreading. Okay, അതായത് ഈ സീന്റെയും ഒക്കെ അടിയിലുള്ള എർത്തിന്റെ മാന്റിലിൽ നിന്നും ഈ ഒരു വോൾക്കാനിക് എറപ്ഷൻ പോലെ ഈ ഡൈവേർജന്റ് ബൗണ്ടറീസിന്റെ ഗ്യാപ്പിൽ നിന്നും പുറത്തോട്ട് മോൾട്ടൺ മെറ്റീരിയൽ വരും. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു ഡൈവേർജന്റ് മൂവ്മെന്റ് റിസൾട്ട് ചെയ്യുന്നത്. അതായത് ഈ ഭൂമിയുടെ ഏറ്റവും അടിയിൽ ഈ ഒരു ക്രസ്റ്റ് ഇസ് വെരി ഹോട്ട് ആണ്. അപ്പൊ അതിന്റെ മുകളിലുള്ള മാന്റിലെ മെറ്റീരിയൽസ് അതൊരിക്കലും അതായത് മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കും. അപ്പൊ ഈ ഒരു ഹീറ്റും അതിനകത്തുള്ള പ്രഷറും ഒക്കെ കാരണം ഇതെന്ത് ചെയ്യും, ഈ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ, അതായത് ഈ ഒരു പ്ലേറ്റ്സ് തമ്മിലുള്ള ഗ്യാപ്പിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പുറത്തോട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു പ്ലേറ്റ്സിന് എന്ത് സംഭവിക്കും, ആ ഒരു മെറ്റീരിയൽ അതുവഴി എക്സ്പാൻഡ് ചെയ്ത് പുറത്തോട്ട് വരുമ്പോ ഈ 2 പ്ലേറ്റ്സും എന്ത് ചെയ്യും, ഡൈവേർജ് ചെയ്ത് 2 ഡയറക്ഷനിലോട്ട് പോകും. ഓക്കെ, അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് വോൾക്കാനിക് കൺട്രി ഐസ്ലാൻഡ്. ഇസ് ആൻ ഐലൻഡ് ലൊക്കേറ്റഡ് ഓൺ ദി മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്. ഐസ്ലാൻഡ് അങ്ങനെ ഫോം ചെയ്തതെന്നാണ് നമ്മുടെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ
വരുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കാണാം നോർത്ത് അമേരിക്കൻ പ്ലേറ്റും ഉണ്ട്, യൂറേഷ്യൻ പ്ലേറ്റും ഉണ്ട്. അതിന്റെ ഇടയിലാണ് ഐസ്ലാൻഡ് എന്ന് പറയുന്ന ആ ഒരു കൺട്രി വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിലുള്ള ആ ഒരു മിഡിൽ അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറയുന്നത് ആക്ച്വലി അവിടെ ഇഷ്ടംപോലെ വോൾക്കാനോസ് ഉണ്ടാവും. ഈ വോൾക്കാനോ ഇറപ്ഷൻ ഉണ്ടാവാനുള്ള കാരണം ഈ പ്ലേറ്റ്സിന്റെ ഡൈവേർജന്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് എന്നാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ. ഓക്കെ, കൺവേർജന്റ് ബൗണ്ടറീസ്. കൺവേർജന്റ് ബൗണ്ടറീസ് എന്ന് വെച്ച് കഴിഞ്ഞാല് കൺവേർജ് ചെയ്യാണ്, അതായത് രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ അടുത്തേക്ക് വരികയാണ്. ഓക്കെ, രണ്ട് പ്ലേറ്റ്സ് ആർ കമ്മിങ് ക്ലോസർ ടു ഈച്ച് അതർ. അപ്പോൾ അതില് രണ്ട് രീതിയിലെ പോസിബിലിറ്റീസ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു പ്ലേറ്റിന്റെ മുകളിൽ എന്തായിരിക്കും, ഓഷൻ ആയിരിക്കും, മറ്റൊരു പ്ലേറ്റിന്റെ മുകളിൽ ലാൻഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആവാം. അല്ലെ രണ്ട് പ്ലേറ്റ്സിന്റെ മുകളിലും ലാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റിന്റെ മുകളിലും ഓഷൻ ആയിരിക്കും. ഓക്കെ, ഈ ലാൻഡ് എന്ന് ഉദ്ദേശിക്കുന്ന കോണ്ടിനെന്റൽ പ്ലേറ്റ് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. മറ്റേതിനെ നമ്മൾ ഓഷ്യാനിക് പ്ലേറ്റ് എന്നും പറയും. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിക്കാം, ഓഫ് ദ ടു കൺവേർജിങ് പ്ലേറ്റ്സ് വൺ ഇസ് എ കോണ്ടിനെന്റൽ പ്ലേറ്റ്. ഓക്കെ, ഒരെണ്ണം കോണ്ടിനെന്റൽ പ്ലേറ്റ് ആണ്, made up of primarily of lighter and brittle rocks, and other is an oceanic plate made up of harder and denser material. Okay, lighter and brittle rockile ആണ് കോണ്ടിനെന്റൽ പ്ലേറ്റ് വരുന്നത്. ഓഷ്യാനിക് പ്ലേറ്റ് എന്ന് പറയുന്നത് ഹാർഡർ ആൻഡ് ഡെൻസർ മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇത് രണ്ടും കൂടെ ഈ രണ്ട് അതാണ് ഒരു ടൈപ്പ്. രണ്ടാമത്തെ both of the converging plates are of oceanic plates, and third one എന്ന് പറയുന്നത് both of the converging plates are of continental type. ഓക്കെ, രണ്ടും കോണ്ടിനെന്റൽ ടൈപ്പ് ആണ്. അപ്പൊ നമുക്ക് ആ ഒരു മൂന്ന് കേസസിൽ, അതായത് രണ്ടും ഓഷ്യാനിക് ആവുന്ന കേസസിൽ, രണ്ടും കോണ്ടിനെന്റ് ആവുന്ന കേസസിൽ, ഒന്ന് ഓഷ്യാനിക്കും ഒന്ന് കോണ്ടിനെന്റലും ആവുന്ന കേസസിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം. So when the oceanic plate is pushed onto a continental plate, being harder and denser, the oceanic plate goes or subducts under the continental plate. അതായത് ഒരു ഓഷ്യാനിക് പ്ലേറ്റും കോണ്ടിനെന്റൽ പ്ലേറ്റും കൂടെ മീറ്റ് ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾ റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ഫിഗർ നോക്കുക, അതാണ് ഓഷ്യനും റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ഫിഗർ അല്ല, റൈറ്റ് സൈഡിലെ സെക്കൻഡ് ഫിഗർ ഓഷ്യനും കോണ്ടിനെന്റും കൂടെ കൺവേർജ് ചെയ്യാണ്. ഓക്കെ, ആ ഫിഗർ എല്ലാവരും നോക്കുക, ഓഷ്യനും കോണ്ടിനെന്റും കൂടെ കൺവേർജ് ചെയ്യാണ്. അപ്പൊ എന്ത് സംഭവിക്കും, ഓഷ്യന്റെ അടിയിലുള്ള പ്ലേറ്റ്, നിങ്ങൾക്ക് അവിടെ രണ്ട് പ്ലേറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. അത് ഒന്ന് ഓഷ്യന്റെ അടിയിലുള്ളതാണ്, ഈ ഗ്രീൻ കാണിക്കുന്നത് ലാൻഡ് ആണ്. ഓക്കെ, ലാൻഡിന്റെ അടിയിലുള്ള ടെക്ടോണിക് പ്ലേറ്റ് ആണ് റൈറ്റ് സൈഡിലുള്ളത്, ഓഷ്യന്റെ അടിയിലുള്ളതാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. അപ്പൊ ഓഷ്യന്റെ അടിയിലുള്ള ആ ഒരു പ്ലേറ്റ് സബ്ഡക്ട് ചെയ്യുക. ഓക്കെ, ഗോസ് ബിലോ ദി continental plate. When oceanic plate is pushed onto a continental plate being heavier, harder and denser, the oceanic plate goes or subducts under the continental plate. Subduction involves destruction of the crust and resulting into long, narrow and deep trenches along the subducting boundaries. ആ ഒരു സബ്ഡക്ട് ചെയ്യുന്ന ആ ഒരു ബൗണ്ടറീസിൽ ലോങ് ആയിട്ടും നാരോ ആയിരിക്കും, പക്ഷെ ഡീപ്പ് ആയിരിക്കും. അങ്ങനത്തെ ട്രെഞ്ചസ് ആണ് ഫോം ചെയ്യുന്നത്. ആ ഒരു രണ്ട് പ്ലേറ്റ്സ് തമ്മിലുള്ള കൺവേർജിങ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചർ ആണ് ലോങ്, നാരോ ആൻഡ് ഡീപ്പ് ട്രെഞ്ചസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നിന്നും ഓഷ്യനും കോണ്ടിനെന്റും ആ രണ്ടും കൂടെ കൺവേർജ് ചെയ്യാണ്. അപ്പൊ കൺവേർജ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ ഫോം ചെയ്യുന്നത്, ലോങ് ആയിരിക്കും, ബട്ട് നാരോ ആയിരിക്കും, അതുപോലെ ഡീപ്പും ആയിരിക്കും. അങ്ങനെയുള്ള ട്രെഞ്ചസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് രണ്ടും ഓഷ്യാനിക് ടൈപ്പ് ആണെങ്കിൽ, ഓക്കെ, രണ്ടും ഓഷ്യാനിക് ടൈപ്പ് ആണെങ്കിൽ ഡീപ്പർ ആയിരിക്കും, കുറച്ചും കൂടി ഡീപ്പസ്റ്റ് ട്രെഞ്ചസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി അറ്റ് ദ സെയിം ടൈം
രണ്ടും കോണ്ടിനെന്റൽ റോക്ക് ആണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, രണ്ടും കോണ്ടിനെന്റൽ റോക്ക് ടൈപ്പ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ ഒന്നിന്റെ താഴോട്ട് പോകുന്നതോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. രണ്ടും തമ്മിൽ കൊളീഷൻ സംഭവിക്കും, ഹെഡ് ടു ഹെഡ് കൊളീഷൻ സംഭവിക്കും. അത് എന്ത് ചെയ്യും, ആ കൊളീഷൻ കാരണം എന്തെങ്കിലും ഫോൾഡിങ്ങോ ബക്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഹില്ല് പോലത്തെ എന്തെങ്കിലും ഇത് ഫോം ചെയ്യാം, അങ്ങനത്തെ എന്തെങ്കിലും ഫോർമേഷൻ ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഹിമാലയാസ് അങ്ങനെ കോണ്ടിനെന്റൽ കൺവേർജന്റ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ കാരണം ഡെവലപ്പ് ചെയ്തതെന്നാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഹിമാലയാസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ലാസ്റ്റ് ഫിഗർ കാണാം. ഓക്കെ, അതില് കോണ്ടിനെന്റ് ആണ്. അപ്പൊ അത് രണ്ടും ഒരേപോലത്തെ സാധനമാണ്, ഹെഡ് ഓൺ കൊളീഷൻ ആണ്. അപ്പൊ അവിടെ ഒരു റൈസ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അപ്പൊ 3 കാണാൻ പറ്റും. ഓഷ്യൻ കൺവേർജന്റ് കാണാൻ പറ്റും, പിന്നെ സെക്കൻഡ് വൺ ഓഷ്യൻ കോണ്ടിനെന്റ് കാണാൻ പറ്റും, തേർഡ് വൺ കോണ്ടിനെന്റും കാണാൻ പറ്റും. പിന്നെ ഡൈവേർജന്റിൽ അത്ര വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് എല്ലാത്തിന്റെയും ഉള്ളിൽ കൂടെ മോൾട്ടൺ ലാവ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് ട്രാൻസ്ഫോമും കൂടി ഉണ്ട്. ബിഫോർ ദാറ്റ് വി വിൽ വാച്ച് എ വീഡിയോ. Tim and Moby. When I look at a map, it seems like some continents fit സൗണ്ട് കേൾക്കുന്നുണ്ടോ വീഡിയോയുടെ? together perfectly. Are my eyes playing tricks on me? From Georgia. You're not seeing things, Georgia. Some continents look exactly like puzzle pieces that snap together. Early mapmakers suspected that they were once all connected. In the early 20th century, a scientist named Alfred Wegener called this supercontinent Pangaea. He thought different chunks of it broke off and slowly moved apart. Over millions of years, they formed the continents we know today. Wegener couldn't explain why Pangaea split up or how. But there was some evidence to support his idea. Fossils from similar plants and animals had been found oceans apart. The age and type of rock layers matched up too. Wegener's theory of continental drift provided an explanation, but his ideas weren't taken seriously until long after he died. In the 1950s, scientists began mapping the Mid-Atlantic Ridge. It's a mountain range running 10,000 miles along the ocean floor. Tests revealed that the farther you got from the ridge, the older the seafloor was. So a geologist named Harry Hess proposed a revolutionary idea. New seafloor was forming at the ridge and spreading outward to make room for more. In other words, the surface of the planet was moving. Hess called this process seafloor spreading. It seemed to indicate that rock was being forced up from inside the planet. Nowadays, we can see this rock formation in action. Wegener had guessed something like this, but he had no way to prove it at the time. As he suspected, there's a lot going on beneath the Earth's surface. Up here, everything seems pretty cool and stable. But miles below our feet, it's a raging inferno. The deeper you go, the hotter it gets. Earth's center, or core, is as scorching as the surface of the sun. All that energy wants to escape like steam inside a boiling kettle. It pushes outward, putting immense pressure on the middle section, the mantle. Standing in its way is the lithosphere, a rigid layer of solid rock. Well, the lithosphere isn't like a smooth shell. It's cracked into pieces, each one a different shape, size, and thickness. We call those pieces plates. Yep, the Mid-Atlantic Ridge is the border between several plates. They're being dragged apart by forces from deep inside the planet. You can think of it like a pot of soup. The Earth's core is the burner, and the mantle is the boiling soup. As the soup near the burner heats up, it becomes less dense and rises. When it gets to the top, it cools off and sinks down toward the heat.
In physics, those are called convection currents. A similar process is driving the mantle, and it's taking the plates along for the ride. That movement is called plate tectonics. It's the engine driving the constant transformation of our planet's surface. Plates have been bouncing off each other for eons. The oceans have expanded and contracted. Land masses have smashed into each other and broken apart. The plates move about as fast as your fingernails grow. So we don't see the ground sliding around under our feet, but we do sometimes feel it. Yep, I'm talking about earthquakes. Seismic activity is greatest along plate borders, at convergent boundaries where two plates collide, at divergent boundaries where they pull apart, and at transform boundaries where they slide past each other. At all three boundaries, there's enormous pressure on the Earth's crust. That's the topmost layer of the lithosphere. The pressure can build up for years. The longer it takes to release, the bigger the earthquake. Yep, and plate movement drives volcanic activity too. At divergent boundaries like the mid-Atlantic ridge, there's a gap in the lithosphere. So magma, molten rock from the mantle, is constantly pushing up along the boundaries. These are the most volcanically active places on Earth. Volcanoes are also common at boundaries called subduction zones. That's when a dense ocean plate converges with a lighter continental plate. The heavier plate gets pushed below, down into the mantle. Some of it melts, and the magma erupts farther inland. The Ring of Fire is a massive chain of these volcanoes. Dense sedimentary rock making up the Pacific seafloor is subducted, transformed into metamorphic rock through pressure and heat, and then recycled as igneous rock through volcanic eruptions. In other words, plate tectonics drives the rock cycle, the constant process of transformation and renewal of the Earth's crust. It also creates our most prominent geologic features, mountain ranges. That happens when two continental plates converge. Since they're both about the same density, neither one subducts. Instead, it's like a slow-motion car crash. The plates buckle and warp. The land pushes up into jagged peaks. The Himalayas are still growing from a plate collision that began 500 million years ago. Yeah, Alfred Wegener's theory has come a long way in 100 years. He was practically laughed out of the scientific community for his ideas. But today, plate tectonics is the unifying theory that ties together the entire field of geology. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയോ? മനസ്സിലായോ എന്താണെന്ന്? Have you got the idea? എന്താണ് പ്ലേറ്റ് ടെക്ടോണിക്സ്? പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ്സ് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ഈ ഒരു പ്ലേറ്റ് മൂവ്മെന്റ്സ് നടക്കുന്നതെന്നുള്ള ഐഡിയ ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആയോ? റെസ്പോണ്ട് ചെയ്യ്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലിയർ ആവുന്നുള്ള ഐഡിയ കൊണ്ടാണ് ഞാൻ വീഡിയോസ് കാണിച്ചത്. സോ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുമല്ലോ നമ്മുടെ മൈൻഡിലോട്ട് വീഡിയോസ് കാണുമ്പോൾ. അപ്പൊ ഞാൻ വേണമെങ്കിൽ വീഡിയോസിന്റെ ലിങ്കും കൂടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യാം. മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കാണാം. ഈ പോർഷൻസിന്റെ കൂടെ ആ ഒരു യൂട്യൂബ് ലിങ്കും കൂടെ ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, സോ 10 മണി വരെയല്ലേ ക്ലാസ്? ടൈം ആയിട്ടുണ്ട്. So now we will leave the class. If you have any doubts, you can stay back. Otherwise, you can leave the class. Thank you all.
ടീച്ചർ 19% നെറ്റ് ഇഷ്യൂ ആയിരുന്നു.